നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ വേഗത്തിൽ. PV അൻവറിനെ തള്ളി KT ജലീൽ. അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് യോജിക്കാനാവില്ല. മുഖ്യമന്ത്രിയെ സംഘപരിവാർ ഏജന്റാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം വിലപ്പോവില്ല. ഇടതു സഹയാത്രികനായി തുടരുമെന്നും ജലീൽ. പാർട്ടി പറഞ്ഞാൽ അൻവറിനെതിരെ പ്രചാരണത്തിനിറങ്ങും. CPIM-നോട് തീർത്താൽ തീരാത്ത കടപ്പാടെന്നും KT ജലീൽ. വർഗീയത ആളിക്കത്തിച്ച് മലപ്പുറത്തെ ജനങ്ങളെ CPIM-നെതിരെ തിരിക്കാനുള്ള ശ്രമം വിലപ്പോവില്ലെന്ന് A. വിജയരാഘവൻ. ദ ഹിന്ദു ദിനപത്രം ഖേദം പ്രകടിപ്പിച്ചിട്ടും മാധ്യമങ്ങൾ പ്രതിപക്ഷവും മാധ്യമങ്ങളും നടത്തുന്ന കള്ളപ്രചാരണം അവസാനിപ്പിക്കണമെന്ന് KN ബാലഗോപാൽ. പത്രത്തിനെതിരെ സർക്കാർ നടപടിയെടുക്കുമോ എന്ന് VD സതീശൻ. മനാഫിനെതിരെ ശിരൂരിൽ മരിച്ച അർജുന്റെ കുടുംബം. മനാഫ് അർജുന്റെ പേരിൽ ഫണ്ട് പിരിക്കുന്നു. മനാഫിന്റെയും മാൽപ്പയുടെയും നടപടികൾ നാടകമെന്നും കുടുംബം. ലോറിയുടെ യഥാർത്ഥ ഉടമ മനാഫല്ലെന്നും മുബീനാണെന്നും കുടുംബം. സൈബർ ആക്രമണം സഹിക്കാനാകുന്നില്ലെന്ന് അർജുന്റെ ഭാര്യയും സഹോദരി ഭർത്താവും. മുഖ്യമന്ത്രി പിണറായി വിജയനോട് നന്ദി അറിയിച്ച അർജുന്റെ കുടുംബം. നിർണായക ഇടപെടൽ നടത്തിയത് സംസ്ഥാന സർക്കാരെന്നും കുടുംബം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ലോറി ഉടമ മനാഫ്. അർജുന്റെ പേര് പറഞ്ഞ് പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്നും മനാഫിന്റെ മറുപടി. രാജ്യത്തെ സംവരണം മോദി സർക്കാർ അട്ടിമറിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര സർവീസിൽ കരാർ നിയമനം മാത്രം നൽകുന്നതിലൂടെ സംവരണം നഷ്ടപ്പെടുന്നു. രാജ്യത്ത് ഏറ്റവും അധികം സ്ഥിരം നിയമനം നൽകുന്നത് കേരളത്തിലെന്നും മുഖ്യമന്ത്രി. വയനാടിന് ദുരിതാശ്വാസ തുക അനുവദിക്കുന്നതിൽ തെറ്റിദ്ധാരണ പരത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരള സർക്കാരിനോട് ചോദിക്കൂ എന്നത് വിചിത്രവാദം. എല്ലാ രേഖകളും നൽകിയിട്ടും കേന്ദ്ര സഹായം വൈകുന്നത് എന്തെന്ന് മന്ത്രി കെ രാജൻ. കേന്ദ്രം ദുരന്തത്തിൽ രാഷ്ട്രീയം കലർത്തുന്നുവെന്ന് ബൃന്ദ കാരാട്ട്. മാലിന്യമുക്തം നവകേരളം ജനകീയ പ്രചരണ പരിപാടിക്ക് തുടക്കം. 2025 മാർച്ച് 1 കേരളം സമ്പൂർണ്ണ മാലിന്യമുക്തമാകുമെന്ന് മുഖ്യമന്ത്രി. രാജ്യതലസ്ഥാനത്ത് വൻ മയക്കുമരുന്ന് വേട്ട. പിടികൂടിയത് 2000 കോടിയിലേറെ 500 കിലോ കൊക്കൈൻ. 4 പേർ കസ്റ്റഡിയിൽ. വിമാനത്താവളത്തിൽ നിന്ന് 24 കോടിയുടെ കൊക്കൈൻ കസ്റ്റംസും പിടികൂടി. പൂനെയിലെ ഹെലികോപ്റ്റർ അപകടത്തിൽ 3 മരണം. മരണപ്പെട്ടത് മലയാളിയടക്കം 2 പൈലറ്റുമാരും 1 എയർക്രാഫ്റ്റ് എഞ്ചിനീയറും. തകർച്ചയുടെ കാരണം വ്യക്തമല്ല. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മോശം പ്രകടനത്തിന് ഉത്തരവാദി വോട്ട് ജിഹാദെന്ന് ദേവേന്ദ്ര ഫഡ്നാവിസ്. ന്യൂനപക്ഷങ്ങൾ സംഘടിതമായി വോട്ട് ചെയ്തതാണ് BJP സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചതെന്നും ഫഡ്നാവിസ്. PV അൻവർ പറയുന്ന പാർട്ടി രൂപീകരണം പറയുന്നതുപോലെ അത്ര എളുപ്പമല്ലെന്ന് എളമരം കരീം. CPIM വിട്ട പലരും പാർട്ടികൾ ഉണ്ടാക്കിയിരുന്നു. അവരുടെയൊക്കെ ഗതി എന്തായി എന്ന് അറിയാമല്ലോ എന്നും എളമരം കരീം.
അന്ന സെബാസ്റ്റ്യന്റെ മരണം വ്യക്തമാക്കുന്നത് പ്രൊഫഷണലുകളുടെ ജോലിഭാരമെന്ന് വി വസീഫ്. കേന്ദ്ര സർക്കാർ സാധാരണക്കാരന്റെ ജീവിതവും ദുരിതത്തിലാക്കിയെന്നും വസീഫ്. HMT കവലയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ട്രാഫിക് പരിഷ്കാരം ഫ്ളാഗ് ഓഫ് ചെയ്ത് മന്ത്രി പി രാജീവ്. ഗാന്ധി ജയന്തി ദിനത്തിൽ ലഹരിവിരുദ്ധ സംവാദ സദസ്സ് സംഘടിപ്പിച്ച് കേരള എക്സൈസ് വിമുക്തി മിഷൻ. പത്തനംതിട്ടയിൽ നടന്ന സംവാദ സദസ്സ് അക്ഷരാർത്ഥത്തിൽ ലഹരിവിരുദ്ധ പോരാട്ടമായി മാറി. KSRTC ബസ് പിന്നോട്ടുരുണ്ട അപകടം. കോട്ടയത്താണ് സംഭവം. കോട്ടയം പ്രസ് ക്ലബിന് സമീപം PWD ഓഫീസിന്റെ മതിലിടിച്ചു തകർത്തു. കൊല്ലം പത്തനാപുരത്ത് പുലിയെയും കുഞ്ഞുങ്ങളെയും കണ്ടു. SFCK പത്തനാപുരം ചിതൽവെട്ടി എസ്റ്റേറ്റിലാണ് പുലികളെ കണ്ടത്. പാറക്കെട്ടിന് മുകളിലായാണ് നാട്ടുകാർ പുലികളെ കണ്ടത്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷം. മൂന്നാർ രാജീവ് ഗാന്ധി നഗറിലാണ് കാട്ടാനകൾ ഇറങ്ങിയത്. പ്രദേശത്ത് വ്യാപക കൃഷിനാശം വരുത്തി. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡ് പാലക്കാട് കഞ്ചിക്കോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മലമ്പുഴ MLA A പ്രഭാകരൻ സല്യൂട്ട് സ്വീകരിച്ചു. പരിപാടിയിൽ മറ്റ് ജനപ്രതിനിധികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധിയൻ മൂല്യങ്ങൾ ലോകത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമെന്ന് ഡോക്ടർ കായംകുളം യൂനുസ്. ഗാന്ധിയൻ മൂല്യങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്നും യൂനുസ്. ഗാന്ധി പാർക്കിൽ നടന്ന ഗാന്ധി ജയന്തി ആഘോഷത്തിൽ ആമുഖ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വാർദ്ധക്യ ദിനത്തോടനുബന്ധിച്ച് എരുമയൂർ പഞ്ചായത്തിൽ വൃദ്ധജനങ്ങളെ ആദരിച്ചു. ഒരുമ ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ആദരവ് സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ബിന്ദു നിർവഹിച്ചു. മുഖ്യപ്രഭാഷണം റഫീഖ് ആലത്തൂർ നടത്തി. ലോക വയോജന ദിനത്തിൽ വയോജന സൗഹൃദ പരിപാടികളുമായി വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് തല വയോജന സംഗമം മുട്ടക്കാട് ശ്രീശാസ്ത ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് RS ശ്രീകുമാർ, അഡ്വക്കേറ്റ് M വിൻസെന്റ് MLA, അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ CEO മദൻ മോഹൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രകലാ അക്കാദമി 2022 അവാർഡുകൾ ഒക്ടോബർ 6 സമ്മാനിക്കും. എരിപുരം മടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ 6 ഉച്ചയ്ക്ക് അവാർഡ് വിതരണം ചെയ്യും. മന്ത്രി VN വാസവൻ അവാർഡ് വിതരണം നിർവഹിക്കും. പരീക്ഷിത് തമ്പുരാൻ പുരസ്കാരം ഡോക്ടർ ധർമ്മരാജ് അഡാട്ടിന് സമർപ്പിച്ചു. ഹിൽ പാലസ് പുരാവസ്തു മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പുരസ്കാരം സമർപ്പിച്ചു. കേരള സംസ്ഥാന വഖഫ് ബോർഡ് വഖഫ് ബില്ല് 2024 സംബന്ധിച്ച അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടുള്ള മെമ്മോറാൻഡം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി മുമ്പാകെ സമർപ്പിച്ചു. ബംഗളൂരുവിൽ നടന്ന യോഗത്തിൽ ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കി അധ്യക്ഷനായി. നവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഗർബ നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നവരെ ഗോമൂത്രം കുടിപ്പിച്ച ശേഷമേ അകത്തേക്ക് കടത്തിവിടാവൂ എന്ന് നിർദ്ദേശം. ഇൻഡോറിലെ BJP നേതാവാണ് നിർദ്ദേശം നൽകിയത്.
ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഓർഡർ ചെയ്ത ഐഫോൺ നൽകാനായി വീട്ടിലെത്തിയ ഡെലിവറി ബോയിയെ കൊന്നു കനാലിൽ തള്ളി. ഡെലിവറി ബോയ് ഭരത് സാഹുവാണ് കൊല്ലപ്പെട്ടത്. ചിൻഘാട്ട് സ്വദേശി ഗജാനനും കൂട്ടാളിയും ചേർന്നാണ് കൊലപാതകം നടത്തിയത്. അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ EY ഇന്ത്യക്കെതിരെ തൊഴിൽ വകുപ്പ് നടപടി. 2007 മുതൽ കമ്പനി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഷോപ്പ് ആക്ട് പ്രകാരം കമ്പനിക്ക് ലൈസൻസ് ലഭിക്കാത്തതുൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ കണ്ടെത്തിയതാണ് നടപടിക്ക് കാരണം. ബലാത്സംഗ കേസ് പ്രതിയും ദേര സച്ച സൗദ തലവനുമായ ഗുർമീത് റാം റഹീം സിംഗിന് പരോൾ. 20 വർഷം ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ഗുർമീതിന് 20 ദിവസത്തെ പരോളാണ് അനുവദിച്ചത്. ബുധനാഴ്ച രാവിലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ട്. പൊതുജനത്തിന്റെ പണം വിവാഹത്തിനായി അംബാനി ചെലവാക്കിയെന്ന് രാഹുൽ ഗാന്ധി. ഹരിയാനയിലെ ബഹാദുർഗഡിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേക്കുകളിൽ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ കണ്ടെത്തി കർണാടക ഭക്ഷ്യസുരക്ഷാ വിഭാഗം. സംസ്ഥാനത്തെ വിവിധ ബേക്കറികളിൽ നടത്തിയ പരിശോധനയിലാണ് കേക്കുകളിൽ രാസവസ്തുക്കൾ കണ്ടെത്തിയത്. 12 തരത്തിലുള്ള കേക്കുകളിലാണ് ഹാനികരമായ വസ്തുക്കൾ കണ്ടെത്തിയത്. ഉത്തർപ്രദേശിലെ ഹാംപൂരിൽ ആമയെ പിടിച്ച് കറിവെച്ചതിന് 2 യുവാക്കൾ അറസ്റ്റിൽ. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ്. രാജസ്ഥാൻ സ്വദേശികളായ മുകേഷ്, ഓംപാൽ എന്നിവരാണ് അറസ്റ്റിലായത്. ജമ്മു കാശ്മീരിലെ സുരൻകോട്ട് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി സയ്യിദ് മുഷ്താഖ് ബുഖാരി ഹൃദയാഘാതം മൂലം മരിച്ചു. 75 വയസ്സായിരുന്നു. പൂഞ്ചിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. തായ്ലൻഡിൽ ഓടുന്നതിനിടെ സ്കൂൾ ബസ്സിന് തീപിടിച്ചു. ബസ്സിൽ 38 വിദ്യാർത്ഥികളെ കൂടാതെ 6 അധ്യാപകരുമുണ്ടായിരുന്നു. 25ഓളം വിദ്യാർത്ഥികൾക്ക് ജീവഹാനി സംഭവിച്ചതായി റിപ്പോർട്ട്. ഇറാനിൽ പ്രവർത്തിക്കുന്ന ദേശീയ രഹസ്യാന്വേഷണ ഏജൻസി തലവൻ ഇസ്രായേൽ ചാരനായിരുന്നുവെന്ന് ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദിനെജാദ്. CNN ടർക്കിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. വിവാദ ഇസ്ലാം മതപ്രഭാഷകൻ സാക്കിർ നായിക്കിന് പാകിസ്ഥാനിൽ വൻ സ്വീകരണം. ആഘോഷപൂർവ്വമായാണ് പാകിസ്ഥാൻ സർക്കാർ സാക്കിർ നായിക്കിനെ സ്വീകരിച്ചത്. രാജ്യത്തുടനീളം സഞ്ചരിക്കാൻ സാക്കിർ നായിക്കിന് പൂർണ്ണ സുരക്ഷയും നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ ടെൽ അവീവിന് സമീപം ജാഫയിലുണ്ടായ വെടിവെപ്പിൽ നിരവധി പേർക്ക് പരിക്ക്. ഭീകരാക്രമണമാണെന്നാണ് സൂചന. ജഫയിലെ ജെറുസലേം സ്ട്രീറ്റിൽ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് വെടിവെപ്പ് നടന്നത്. NYCT സപ്ലൈ ലോജിസ്റ്റിക്സ് വാർഷിക കുടുംബ സംഗമം 2024 ഒക്ടോബർ 12-ന് മലയാളികളായ ഉദ്യോഗസ്ഥന്മാരുടെയും സർവീസിൽ നിന്ന് പോയവരും സംഗമത്തിൽ പങ്കെടുക്കും. ഒക്ടോബർ 12 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്കാണ് സംഗമം. NSS സലാല ഘടകം ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. തിരുവാതിര, വഞ്ചിപ്പാട്ട്, ഡാൻസ്, നാടൻപാട്ട്, പുലികളി തുടങ്ങിയ പരിപാടികൾ അരങ്ങേറി. ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ കുവൈറ്റ് വാർഷിക പൊതുസമ്മേളനവും തെരഞ്ഞെടുപ്പും നടത്തി. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിനോടൊപ്പം കഴിഞ്ഞ 2 വർഷത്തെ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന അവലോകനവും സമ്മേളനത്തിൽ നടന്നു. കുവൈറ്റിലെ എഞ്ചിനീയറിംഗ് അലൂമിനി അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ കുവൈറ്റ് എഞ്ചിനീയേഴ്സ് ഫോറം ഓണം സംഘടിപ്പിച്ചു. ജനറൽ കൺവീനർ ഹനാൻ ഷാൻ മുഖ്യപ്രഭാഷണം നടത്തി. നിയുക്ത ജനറൽ കൺവീനർ ഗംഗ പ്രസാദ് ഓണ സന്ദേശം നൽകി.
റിയാദ് മക്ക ഹൈവേയിലെ തബ്രാക്കിൽ ലക്സ ഹൈപ്പർ മാർക്കറ്റ് ഒക്ടോബർ 3-ന് ആരംഭിക്കും. വൈവിധ്യമാർന്ന ഉൽപ്പന്ന ശ്രേണികളും ആധുനിക സൗകര്യങ്ങളും ഉൾപ്പെടുത്തി കസ്റ്റമേഴ്സിന് മികച്ച സർവീസും ഷോപ്പിംഗ് അനുഭവവും നൽകുകയാണ് ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുസിരീസ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം സലാലയിൽ നടന്നു. IMA-യുടെ 114ാമത് ബ്രാഞ്ചാണ് മുസിരീസിൽ ആരംഭിച്ചത്. പ്രവാസി വെൽഫെയർ കുവൈറ്റ് സംഘടിപ്പിച്ച വെൽഫെയർ കപ്പ് 2024 ഫുട്ബോൾ ടൂർണമെന്റിൽ കാസർഗോഡ് വയനാട് സംയുക്ത ജില്ലാ ടീം ജേതാക്കളായി. പഹാഫീൽ ടീം റണ്ണറപ്പായി. ലൂസേഴ്സ് ഫൈനലിൽ റിഗൈ ടീമിനെ പരാജയപ്പെടുത്തി തൃശൂർ ജില്ല 3-ാം സ്ഥാനക്കാരാണ്. മൊറാഡ ജുവൽസിന്റെ UAE-യിലെ ആദ്യ സ്റ്റോർ ദുബായിലെ മീന ബസാറിൽ പ്രവർത്തനം ആരംഭിക്കും. ഈ മാസം 5-ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി സ്റ്റോർ ഉദ്ഘാടനം ചെയ്യും. കാന്താര 2-വിൽ ഒരു നിർണായക കഥാപാത്രമായി മോഹൻലാലും ഉണ്ടാകുമെന്ന് സൂചനകൾ. നായകൻ ഋഷഭ് ഷെട്ടിയുടെ അച്ഛൻ കഥാപാത്രമായിട്ടായിരിക്കും മോഹൻലാൽ ഉണ്ടാകുക എന്നും റിപ്പോർട്ടുകൾ. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ബോളിവുഡിൽ വമ്പൻ ഹിറ്റായ സ്ത്രീ 2 OTT റിലീസിനൊരുങ്ങുന്നു. അമർ കൗശിക് സംവിധാനം ചെയ്ത ചിത്രം OTT-യിൽ ഒക്ടോബർ 11-ന് ആമസോൺ പ്രൈം വഴിയാണ് ലഭ്യമാക്കുകയെന്നാണ് റിപ്പോർട്ട്. 2024 റിലീസായ ഹിന്ദി ഭാഷയിലുള്ള ചിത്രങ്ങളിൽ സ്ത്രീ 2 നിലവിൽ 1-ാമതാണ്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ അഭിനയിക്കുന്നതായി മമ്മൂട്ടി. നാഗർകോവിലേക്ക് തിരിച്ചതായി റിപ്പോർട്ട്. നടൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. ചിത്രത്തിൽ പ്രതിനായക സ്വഭാവമുള്ള കഥാപാത്രത്തെയാകും മമ്മൂട്ടി അവതരിപ്പിക്കുകയെന്നും റിപ്പോർട്ട്. വിജയ് നായകനായ ദ ഗോട്ട് OTT റിലീസിനൊരുങ്ങുന്നു. ഒക്ടോബർ 3 മുതൽ നെറ്റ്ഫ്ലിക്സിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. റിലീസ് ചെയ്ത് 1 മാസത്തിനുള്ളിലാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.